ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മുടെ RBI ഗ്രേഡ് ബിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. RBI റിലീസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, അപ്പോൾ ബാങ്ക് എക്സാമിൽ തന്നെ വൺ ഓഫ് ദി പവർഫുൾ ജോബ് എന്ന് പറയാം RBI ഗ്രേഡ് ബി എന്ന് പറയുന്ന എക്സാം. ഏതാണ്ട് 1.5 ലക്ഷത്തോളം സാലറി മാസം കിട്ടുന്ന ഒരു ജോബാണ് നമ്മുടെ RBI ഗ്രേഡ് ബി. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൊത്തം ടോട്ടൽ വേക്കൻസി എന്ന് പറയുമ്പോൾ നമുക്ക് 3 പോസ്റ്റിലേക്കാണ് നമുക്ക് ഈ പറയുന്ന വേക്കൻസി വിളിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഓഫീസർ ഇൻ ഗ്രേഡ് ബി DR ജനറൽ കാഡറെ, അതുപോലെ ഓഫീസർ ഇൻ ഗ്രേഡ് ബി ദെൻ DPR കാഡറെ, ദെൻ ഓഫീസർ ഇൻ ഗ്രേഡ് ബി DSIM എന്ന് പറയുന്ന കാഡറെ. അപ്പോൾ ഈ 3 കാഡറിലായിട്ടാണ് നമുക്ക് ഈ പറയുന്ന ജോബ് വേക്കൻസി വിളിച്ചിട്ടുള്ളത്. ടോട്ടൽ 60 വേക്കൻസീസ് ആണ് നമുക്ക് എല്ലാത്തിലും കൂടെ വന്നിട്ടുള്ള വേക്കൻസീസ്. അതിൽ ജനറൽ കാഡറേക്ക് 40 വേക്കൻസീസും, അതുപോലെ DPRക്ക് വേണ്ടിയിട്ട് ഒരു 10 വേക്കൻസീസും, ദെൻ നമ്മുടെ DSIMന് വേണ്ടിയിട്ട് ഒരു 10 വേക്കൻസീസും ഉണ്ട്. അപ്പോൾ ടോട്ടൽ മൊത്തം 60 വേക്കൻസീസ് ആണ് നമുക്ക് ഈ പറയുന്ന നബാർഡ് ഗ്രേഡ് ബിയിലേക്ക് നമുക്ക് വേണ്ടത്. ഓക്കെ, ദെൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിഷൻ വിൻഡോ, അതിൽ ഡേറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് April 29th ആണ്. അപ്പോൾ April 29th തന്നെ എന്ത് ചെയ്യുക, ഇനിയും അപ്ലൈ ചെയ്യാത്തവർ വേഗം കയറിയിട്ട് അപ്ലൈ ചെയ്യുക. ഇനി അപ്ലൈ ചെയ്യാനുള്ളവർ വീണ്ടും വേഗം കയറി അപ്ലൈ ചെയ്യുക. April 29th നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. May 20, 2022 നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാനുള്ളവർ സമയം കളയാതെ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. മാസം 1.5 ലക്ഷത്തോളം സാലറി കിട്ടുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ജോബാണ്, മിസ്സാക്കരുത്. ഓക്കെ, ദെൻ നമ്മുടെ നെയിം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ RBI ഗ്രേഡ് ബിയിൽ ജനറൽ കാറ്റഗറിക്ക് phase 1ഉം phase 2 ആയിട്ട് 2 എക്സാമിനേഷൻ ഉണ്ട്. 2 ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. ആദ്യത്തെ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. phase 2 വരുമ്പോൾ പേപ്പർ 1, 2, 3 ഉണ്ടാവും. അതും ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് June 13 ആണ് നമ്മുടെ ഡേറ്റ് വരിക, പ്രിലിംസിന്റെ ഡേറ്റ്. അതുപോലെ മെയിൻസിന്റെ ഡേറ്റ് വരുമ്പോൾ July 25 ആവുമ്പോൾ നമ്മുടെ പേപ്പർ 2 അല്ലെങ്കിൽ phase 2ന്റെ എക്സാംസ് ഉണ്ടാവാം, പ്രതീക്ഷിക്കാം. നമ്മുടെ ഓഫീസർ ഗ്രേഡ് ബി കാറ്റഗറിയിൽ പേപ്പർ 1ന്റെ എക്സാം വരുന്നത് June 14 അതുപോലെ പേപ്പർ 2 വരുമ്പോൾ July 26 പ്രതീക്ഷിക്കാം. ഗ്രേഡ് ബി 14 26 തന്നെയാണ്. എല്ലാം സെയിം ഡേറ്റ് തന്നെയാണ് ഈ പറയുന്ന 3 കാറ്റഗറിയിലും എക്സാം നടത്തുന്നത്. ദെൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം. പിന്നെ നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ മിനിമം 21ഉം മാക്സിമം 30 ആണ് നമ്മുടെ ഏജ് ലിമിറ്റ് പറയുന്നത്. മിനിമം 21 ഏജ്, മാക്സിമം 30 ഇയേഴ്സ് ആണ്. അത് April 1, 2026 എത്ര വയസ്സായി എന്ന കണക്കിനാണ് നമുക്ക് ഈ പറയുന്ന ഏജ് ലിമിറ്റ് വരിക. പിന്നെ കുറച്ച് ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ നമ്മുടെ OBC കാറ്റഗറിക്ക് ഒരു 3 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 5 ഇയേഴ്സ് SC ST കാൻഡിഡേറ്റ്സിന് ഒരു 5 ഇയേഴ്സും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ദെൻ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ഏത് പോസ്റ്റിലാണെങ്കിലും നമ്മുടെ ഗ്രാജുവേഷൻ ഓഫ് എനി ഡിസിപ്ലിൻ, ഏതിനായാലും നമുക്കൊരു ഗ്രാജുവേഷൻ വേണം. ഒരു ഡിഗ്രി ലെവൽ, ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾ പാസ്സായിരിക്കണം. മിനിമം 55 മാർക്സ്, മിനിമം 55 മാർക്സിൽ നിങ്ങൾ എന്തായിരിക്കണം, പാസ്സായിരിക്കണം. പാസ്സായിട്ടുള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ നമ്മുടെ ഓഫീസർ ഗ്രേഡ് ബി DPR ആണെങ്കിൽ നമുക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MA MSc ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ MA പാസ്സായിരിക്കണം. അല്ലെങ്കിൽ MSc ഇൻ കോഴ്സ് സച്ചസ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, ഇതിലേതെങ്കിലും ഒന്ന് പാസ്സായിരിക്കണം.
എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന DEPR എന്ന് പറയുന്ന എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിനൊരു സെലക്ടഡ് ക്രൈറ്റീരിയ ഉണ്ട്. ജനറൽ കാറ്റഗറി അല്ല, ഏത് നമ്മുടെ ഒരു ഡിഗ്രി ആയാലും നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ അവരുടെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കോഴ്സുകളിൽ ഈ പറയുന്ന കോഴ്സുകളിലുള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന നമ്മുടെ DEPR-ലോട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മുടെ DSIM-ലോട്ട് വരുമ്പോൾ മാസ്റ്റർ ഡിഗ്രി എന്തായാലും ഉണ്ടായിരിക്കണം. മാസ്റ്റർ ഡിഗ്രി ഇൻ വിത്ത് 55% മാർക്സ് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ CGPA ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഓക്കെ സംതിങ് ഏതിലാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൽ CGPA ആയാലും സെമസ്റ്റർ ആയാലും മിനിമം 55% മാർക്ക് ഉള്ളവർക്ക് മാത്രമേ, അതും മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന DSIM-ലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ അപ്പോൾ താഴോട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് പോസ്റ്റിൻ്റെ കാറ്റഗറീസിനെ പറ്റിയൊക്കെ പറയുകയാണ്. ജസ്റ്റ് ദെൻ ഓക്കെ, നമ്മുടെ ഫീസ് വരുന്നത് ഇങ്ങനെയാണ്. SC ST PWD കാൻഡിഡേറ്റ്സിന് 100 rupees, അതുപോലെ 80+ GST ആണ് അതിൻ്റെ കൂടെ വരുന്നത്. ദെൻ ജനറൽ OBC EWS കാറ്റഗറിക്ക് മൊത്തം 850 രൂപയും പ്ലസ് 80% GSTയും കൂടെയാണ് അതിൽ വരുന്നത്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ നമുക്ക് ഈ പറയുന്ന ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ വിൻഡോയിലെത്തും. അതിലൊന്നും നമുക്ക് നേരെ സാധാരണ ഒരു IBPS എക്സാം അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഈ പറയുന്ന എക്സാമും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. വലിയ പാടൊന്നുമില്ല, എളുപ്പം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. ദെൻ താഴ്ത്തുവൊക്കെ നമ്മുടെ പേ സ്കെയിൽ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. പേ സ്കെയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ വരുന്നത് 1,54,936 rupees ആണ്. അപ്രോക്സിമേറ്റ്ലി നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത്രയും അധികം ഇത്രയും ക്യാഷ് അല്ലെ, ഇത്രയും നമുക്ക് എമൗണ്ട് ആദ്യം തന്നെ കിട്ടുന്ന ഒരു എക്സാം നമുക്ക് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. RBI ഗ്രേഡ് ബി അത്രയ്ക്ക് നിങ്ങൾക്ക് പൈസ കൊണ്ട് നിങ്ങളെ മോഹിപ്പിക്കുന്ന ഒരു എക്സാമാണ് ഈ പറയുന്ന RBI ഗ്രേഡ് ബി. നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്ക് ഇനിഷ്യലി തന്നെ 1,50,000 അല്ലെ 1.5 ലക്ഷത്തോളം നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ഒരു എക്സാമാണ് അല്ലേ. ഓക്കെ, ദെൻ നമുക്ക് താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ഓൺലൈൻ എക്സാമിനേഷൻ സെന്റേഴ്സ് ആണ്. അപ്പോൾ സെന്റേഴ്സ് നമുക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ ഓരോ സ്റ്റേറ്റിലുള്ളവർ ഈ പറയുന്ന സെന്റേഴ്സ് എല്ലാം നോക്കാം. ഇപ്പോൾ കേരളത്തിലാണ് എങ്കിൽ നമുക്ക് കേരളം ഒന്ന് പരിശോധിച്ചാൽ കണ്ണൂർ, എറണാകുളം, അതുപോലെ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, ട്രിവാൻഡ്രം, കൊല്ലം ഇത്രയിടത്ത് നമ്മുടെ എക്സാം സെന്റേഴ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും നമുക്ക് എന്തുണ്ട്, എക്സാം സെന്റേഴ്സ് ഉണ്ട്. അതാത് സ്റ്റേറ്റിലുള്ളവർ എന്ത് ചെയ്യുക, നോക്കുക, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഏതാണോ സെന്റർ ഉള്ളത് അതിലേക്ക് നിങ്ങൾ അലോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ താഴോട്ട് പോയി കഴിഞ്ഞാൽ സെന്റേഴ്സിന്റെ കാര്യമാണ്. ഓക്കെ, എക്സാമിനേഷൻ സമയത്ത് എന്തൊക്കെ കൊണ്ടുപോകണില്ല എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. സാർ നമ്മുടെ ഹാൾ ടിക്കറ്റിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ദെൻ ഹൗ ടു അപ്ലൈ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് May 20th ആണ്. April 29 തൊട്ട് May 20 വരെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ സ്കാൻ ചെയ്ത ഒരു ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ്, ഈ പറയുന്ന എല്ലാ ആൾക്കാരും സാധാരണ നിങ്ങളൊരു ബാങ്ക് എക്സാം അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന ആൾക്കാർ ഉണ്ട് അല്ലേ. ജസ്റ്റ് അവന്മാരെ ഒന്ന് നോക്കുക, അതിലുള്ള ആൾക്കാർ റെക്കോർഡ് ആൾക്കാരെ എടുക്കുക. നമുക്ക് എന്താ ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ അത്, സ്കാൻ ചെയ്ത സിഗ്നേച്ചർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ഈ പറയുന്ന സാധനം സ്കാൻ ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് പാടൊന്നുമല്ല, വല്ല പുറത്തു പോയി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു ജസ്റ്റ് മൊബൈൽ ഫോണിൽ തന്നെ ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പറയുന്ന എക്സാം എല്ലാം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് ഒരു പുറത്ത് പോയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല, വളരെ ഈസിയാണ്. ദെൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ട, ഫോട്ടോയുടെ ക്വാളിറ്റി എങ്ങനെയാണ്, അതിൻ്റെ സൈസ് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ജസ്റ്റ് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ നീട്ടേണ്ട കാര്യമൊന്നുമില്ല.
എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ മെയ് 20 ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും നമ്മുടെ IBPS എക്സാമിന്റെ എല്ലാ ബാങ്കുകളും, അതുപോലെ SSC CHSL, അതുപോലെ CGL, MTS, പിന്നെ റെയിൽവേയുടെ എല്ലാ പോസ്റ്റിലേക്കുള്ള ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മെയ് 20 തന്നെ ജോയിൻ ചെയ്യാം. ദെൻ ഗുഡ് ലക്ക്.